ഹായ് ഫ്രണ്ട്സ്, ആർഫോറയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കണ്ടത് അപ്രതീക്ഷിതമായിട്ടുള്ള 300 പോയിന്റിന്റെ ഒരു ക്രാഷാണ്. അപ്പോൾ അവസാന നിമിഷങ്ങളിൽ വന്നിട്ടുള്ള ഈ ഒരു വമ്പിച്ച ഇടിവ് അപ്രതീക്ഷിതമാണ് എന്ന് പറയാൻ കാരണം മൊത്തത്തിലുള്ള ഗ്ലോബൽ ക്യൂസ് ഒക്കെ പോസിറ്റീവാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും അത്ര മോശമായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലും ഇന്ത്യ വിക്സ് ഇപ്പോഴും 14 അല്ലെങ്കിൽ 16 റേഞ്ചിൽ തന്നെ തുടരുകയായിരുന്നു. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇങ്ങനെ ഇടിയുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. കൂടാതെ ബ്രന്റ് ക്രൂഡ് 92 എന്ന ലെവലിലേക്ക് താഴുന്നത് തീർച്ചയായിട്ടും വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. അവിടെയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൂടാതെ ഇന്ത്യൻ റുപ്പി കുറച്ചുകൂടി സ്ട്രെങ്ത് നേടിയതായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ദിവസങ്ങൾക്ക് ശേഷം 95-ന് താഴെ ലെവലിലാണ് ഇന്ന് നമ്മൾ അത് ട്രേഡ് ചെയ്ത് കണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും കൂടാതെ ഏർലി മോർണിംഗിൽ മാർക്കറ്റ് 24,000-ന് മുകളിൽ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് പോലും ആഫ്റ്റർനൂൺ വമ്പിച്ച ക്രാഷ് ഉണ്ടാവാൻ കാരണം എന്ത് എന്നുള്ളത് തികച്ചും കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടൊരു നെറേറ്റീവ് നമ്മൾ കാണുന്നത് MSCI റീബാലൻസിങ് ആണ്. കാരണം എല്ലാ മെയ് മാസത്തിലും അവസാന ട്രേഡിംഗ് ഡേ ആണ് MSCI എന്ന ഗ്ലോബൽ ഇൻഡെക്സ് പുനഃക്രമീകരിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗ്ലോബൽ പാസീവ് ഫണ്ടുകളും ETF-കളും കോടിക്കണക്കിന് രൂപയുടെ സ്റ്റോക്കുകൾ വാങ്ങുകയും കൂട്ടുകയും വിറ്റഴിക്കുകയും ചെയ്യും. എന്നാൽ അത് മാത്രമാണ് ഒരു കാരണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം തീർച്ചയായിട്ടും MCX, നാൽക്കോ, ഇന്ത്യൻ ബാങ്ക് പോലെയുള്ള സ്റ്റോക്കുകൾ MSCI ഇൻഡെക്സിലേക്ക് കൂട്ടിച്ചേർക്കാൻ അവർക്ക് ഫണ്ട് ആവശ്യമുണ്ടാവും. അത്തരം ഘട്ടങ്ങളിൽ അവർ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ വിറ്റഴിച്ചിട്ടുണ്ടാവാം, ആ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിട്ടുണ്ടാവാം. എന്നാൽ അത് ഇത്രമാത്രം ഒരു ക്രാഷ് ഉണ്ടാക്കുന്ന ലെവലിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. മറ്റൊരു കാരണങ്ങളായിട്ട് പറയുന്നത് ഇന്ത്യയുടെ കാലാവസ്ഥാ വകുപ്പ് ഒരു സുപ്രധാന റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. രാജ്യത്ത് മൺസൂൺ കുറയാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അപ്പോൾ മഴ കുറഞ്ഞാൽ കാർഷിക മേഖലയിലും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു വാദമാണ് മറ്റൊരു കാരണമായിട്ട് പറയുന്നത്. ഇതുകൂടാതെ US ഇറാൻ ആ ഒരു താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തലുണ്ടെങ്കിലും ഡൊണാൾഡ് ട്രംപ് ഇതുവരെ അന്തിമമായിട്ട് ഡീലിന് വേണ്ടിയിട്ട് ഒരു അന്തിമമായിട്ടുള്ള ഒരു സമ്മതം ഇനിയും മൂളിയിട്ടില്ല എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ശനിയും ഞായറും വാറ് കൂടുതൽ എസ്കലേറ്റ് ചെയ്യുമോ എന്ന ഭയം കാരണം ആളുകൾ ഓവർനൈറ്റ് പൊസിഷൻ എടുക്കാതെ എല്ലാം വിറ്റുകൊണ്ട് ശനിയും ഞായറും അവധിയെടുത്തതാവാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. എന്നാൽ ഇത് കൂടാതെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ഇവിടെ ടെക്നിക്കലായിട്ടുള്ള ഒരു കറക്ഷൻസും പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ നടന്നതായിട്ട് ചാർട്ടുകളിൽ കാണാൻ കഴിയും. കാരണം അവിടെ അവസാന ഘട്ടത്തിൽ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ US ഇറാൻ 60 ഡേയ്സിൻ്റെ ആ ഒരു സീസ് ഫയർ, ആ വാർത്ത വന്നതുകൊണ്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് FIAs ലാഭം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് ചെന്ന് മുട്ടിയത് മെയ് 25-ലെ ആ ഒരു വലിയ ഗ്യാപ്പിലാണ്. നമുക്കറിയാം മെയ് 25-ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു വലിയ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 23,850 എന്നുള്ള ഒരു സുപ്രധാനമായ ഒരു സപ്പോർട്ട് ലെവലാണ് ഈ FIAs-ന്റെ പെട്ടെന്നുള്ള ആ ഒരു സെല്ലിങ്ങിൽ തകർന്നു പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഈ ആൽഗരിതമിക്കായിട്ട് ട്രേഡ് ചെയ്യുന്ന സിസ്റ്റങ്ങൾ അവർ സജീവമായിട്ടുണ്ടാവും. കാരണം ഇതൊരു ഡോമിനോ എഫക്റ്റ് ആണ്, അതായത് ഒരു തരംഗം പോലെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ തോതിലുള്ള ഷോർട്ട് സെല്ലിങ് നടക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് നിഫ്റ്റിയെ വളരെ പെട്ടെന്ന് 23,500 ലെവലിലേക്ക് താഴോട്ടെത്തിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതൊരു പ്യുവർലി ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കറക്ഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ടെക്നിക്കൽ ചാർട്ടിൽ ഇത്തരത്തിലുള്ള ഗ്യാപ്പുകൾ പലപ്പോഴും ഈ രീതിയിൽ ഫില്ല് ചെയ്യപ്പെടുന്നത് കാണാം. അപ്പോൾ എല്ലാ ഗ്യാപ്പുകളും മാർക്കറ്റിൽ ഫില്ല് ചെയ്യപ്പെടും എന്നൊരു ആപ്തവാക്യം തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ അത്തരം ഒരു ഫില്ല് ചെയ്യാനുള്ള ഒരു ട്രിഗർ പോയിന്റ് ആയിട്ട് MSCI ഇൻഡെക്സ് റീബാലൻസിങ്ങും കാലാവസ്ഥാ നിരീക്ഷണവും അതുപോലെ തന്നെ ട്രംപിൻ്റെ കടുംപിടുത്തവും ഒക്കെ അവിടെ ഒരു ട്രിഗർ പോയിന്റ് ആയിട്ട് വരികയും കൂടാതെ വീക്കെൻഡ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു ആശങ്ക ഇൻവെസ്റ്റേഴ്സിനിടയിൽ ഉണ്ടാവുകയും അതിശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുകയും ചെയ്തതായിട്ട് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ചില കാര്യങ്ങളിലേക്ക് വന്നാൽ ഇന്ന് LICയുടെ സ്റ്റോക്ക് 850-ൽ നിന്നും പെട്ടെന്ന് പകുതിയായിട്ട് 412 ലെവലിലേക്ക് പോയതായിട്ട് കാണാം. അപ്പോൾ ഇതൊരു സ്റ്റോക്ക് ക്രാഷ് ആയതല്ല, ഇത് കേവലം ഒരു ടെക്നിക്കൽ പ്രൈസ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമുക്കറിയാം LIC ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുള്ള 1:1 ബോണസ് ഷെയറിനുള്ള റെക്കോർഡ് ഡേറ്റ് മെയ് 29 അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓഹരി വില ബോണസ് അനുപാതത്തിന് ആനുപാതികമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ 427 എന്ന പ്രൈസിലായിരുന്നു ട്രേഡിംഗ് ആരംഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ മാർക്കറ്റ് ക്രാഷിൽ പെട്ടുകൊണ്ട് ഇന്ന് ഏകദേശം 0.8% ഇത് ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 50%-ഓളമുള്ള ഇടിവ് ഈ ഒരു ബോണസ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗം മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെക്കോർഡ് ഡേറ്റിൽ ബോണസിന് അർഹരായിട്ടുള്ളവർക്ക് 4-5 ട്രേഡിംഗ് ഡേയ്സിനുള്ളിലായിട്ട് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് പുതിയ ഒരു LIC ഷെയർ ക്രെഡിറ്റ് ചെയ്യപ്പെടും.
ഇപ്പോൾ ബോണസ് ഇഷ്യൂവിൽ ഇത്തരത്തിലുള്ള പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കുക. ഇനി നമ്മൾ മാർക്കറ്റ് അവറിൽ പുറത്തു വന്ന റിസൾട്ടായിരുന്നു ഏഷ്യൻ പെയിൻസിൻ്റേത്. അപ്പോൾ മാർക്കറ്റ് പ്രതീക്ഷയിനേക്കാൾ ഇപ്പോൾ സ്ട്രീറ്റ് എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്ത ഒരു റിസൾട്ടാണ് ഏഷ്യൻ പെയിൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കമ്പനിയുടെ ബിസിനസ്സിൽ വൻ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ 69% അസാധാരണമായിട്ടുള്ള ഒരു വാർഷിക വളർച്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് ഇയർ ഓൺ ഇയറിൽ കഴിഞ്ഞ വർഷം 692 എന്ന ലെവലുണ്ടായ സ്ഥാനത്താണ് 1172 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ഏഷ്യൻ പെയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ റവന്യൂവിലും ഏകദേശം 10% ജമ്പ് ഉണ്ടായിട്ടുണ്ട്. 8329 കോടിയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അത് 9228 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. കൂടാതെ എബിട്ടയും 24% വർദ്ധിച്ചിട്ട് 1756 കോടിയിലേക്ക് ഉയർന്നതായിട്ട് കാണാം. എബിട്ട മാർജിൻ 17 നിന്ന് 19 ഉയർന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ വേരിയേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും മറ്റ് അനുകൂല സാഹചര്യങ്ങളും അതുപോലെ കൃത്യമായിട്ടുള്ള കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ഓപ്പറേഷൻസുമാണ് ഇവരുടെ മാർജിൻ ഉയരാൻ സഹായിച്ചിട്ടുള്ളത്. കൂടാതെ കൺസ്യൂമർ ഡിമാൻഡ് ഉയർന്നിരുന്നു. കമ്പനിയുടെ പ്രധാന ബിസിനസ് ആയിട്ടുള്ള ഡെക്കറേറ്റീവ് പെയിൻറ് വിഭാഗത്തിൽ 12.4% ഒരു വോളിയം വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അവർ നേരത്തെ ലക്ഷ്യമിട്ട 8 മുതൽ 10% വരെയുള്ള ആ ഒരു ടാർഗറ്റിന് മുകളിലേക്ക് വന്നതാണ് മൊത്തത്തിൽ ഇവരുടെ റിസൾട്ട് ഗംഭീരമാകാൻ കാരണം. അപ്പോൾ ഈ റൂറൽ സെമി അർബൻ മേഖലകളിൽ പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു സീസൺ തുടങ്ങിയതും ഇവർക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനായിട്ട് ഇവർ 23 രൂപയുടെ ഒരു ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു ഇൻ്ററിൻ ഡിവിഡൻഡായിട്ട് 4 രൂപ 50 പൈസ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ 27 രൂപ 50 പൈസയുടെ ഒരു ഡിവിഡൻഡാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ഫ്യൂച്ചർ ഗൈഡൻസിൽ പറയുന്നത് ഇവരുടെ ഡൊമസ്റ്റിക് ഡിമാൻഡ് ഇനിയും വർദ്ധിക്കുമെന്നാണ്. പ്രത്യേകിച്ച് വാഹന വ്യവസായ മേഖലയിൽ ഇവരുടെ ആ ഒരു ഇൻഡസ്ട്രിയൽ കോട്ടിങ്ങിന് നല്ല ഡിമാൻഡ് ഉയർന്നിട്ടുണ്ട്. കൂടാതെ ഇൻ്റർനാഷണൽ ബിസിനസ്സിലും ഇപ്പോൾ ശ്രീലങ്ക, ഈജിപ്റ്റ്, UAE എന്നിവിടങ്ങളിലുള്ള ബിസിനസ്സിൽ 11% ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചില വെല്ലുവിളികളുണ്ട്. ഇപ്പോൾ പെയിൻറ് നിർമ്മാണത്തിന് ക്രൂഡ് ഓയിൽ ഉൽപ്പന്നങ്ങൾ വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ വരും മാസങ്ങളിൽ പെയിൻറ്റിൻ്റെ വില 10 മുതൽ 13% വരെ വർദ്ധിപ്പിക്കുവാൻ മാനേജ്മെൻറ്റ് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇന്ന് ടോട്ടൽ മാർക്കറ്റ് 300 പോയിന്റിലധികം ഇടിഞ്ഞിട്ടും ഈ മികച്ച റിസൾട്ട് വന്നതുകൊണ്ടാണ് ഏഷ്യൻ പെയിൻറ്റ്സ് അത്യാവശ്യം വലിയ തകർച്ചയില്ലാതെ പിടിച്ചു നിന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ തന്നെ ഇന്ന് മാർക്കറ്റ് അവറിൽ റിസൾട്ട് വന്ന മറ്റൊരു സ്റ്റോക്കാണ് നാറ്റ്കോ ഫാർമ. ഈ നാറ്റ്കോ ഫാർമയുടെ Q4 റിസൾട്ട് വലിയ നിരാശയാണ് ഇൻവെസ്റ്റേഴ്സിന് സമ്മാനിച്ചിട്ടുള്ളത്. വരുമാനത്തിലും ലാഭത്തിലും വൻ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഏകദേശം 15% ക്രാഷ് ചെയ്തുകൊണ്ട് 1000 ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 406 കോടി നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയ സ്ഥാനത്താണ് ഇപ്പോൾ 269 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ചുരുങ്ങിയത്. 34% ഒരു ഇടിവാണത്. അതുപോലെ ഇയർ ഓൺ ഇയർ കഴിഞ്ഞ വർഷം 1827 കോടി രേഖപ്പെടുത്തിയ വരുമാനം ഇപ്പോൾ 817 കോടിയായിട്ടും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയും 36% വൻ ഇടിവുണ്ടായിട്ടുണ്ട്. കൂടാതെ എബിട്ട മാർജിനിലും വലിയ കോൺട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. എബിട്ട മാർജിൻ 45% നിന്ന് 17% വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു കനത്ത തിരിച്ചടി നാറ്റ്കോ ഫാർമയിൽ വരാനുള്ള കാരണം റെവ്ലിമിഡ് പോലെയുള്ള മരുന്നുകളുടെ ആ ഒരു ഉയർന്ന വിൽപ്പനയുടെ ആ ഒരു സൈക്കിൾ അവസാനിച്ചതും കൂടാതെ പ്രൈസ് വാർ കാരണമുള്ള ആ ഒരു പ്രഷറും കമ്പനിയുടെ എക്സ്പോർട്ട് ബിസിനസ്സിനെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. കൂടാതെ സെമാഗ്ലൂട്ടമൈഡ് എന്നുള്ള ആ പുതിയ മരുന്നിൻ്റെ പ്രൊഡക്റ്റ് ലോഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് ഇവരുടെ R&D ചെലവുകളും അതുപോലെ മറ്റ് ഓപ്പറേറ്റിംഗ് ചെലവുകളും വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു. ഇപ്പോൾ കമ്പനിയുടെ കൈവശം 3000 കോടിയിലധികം ഒരു ക്യാഷ് ബാലൻസ് ഉണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് കാര്യമാണെങ്കിലും US മാർക്കറ്റിലുള്ള പ്രതിസന്ധികൾ കാരണം വരും ക്വാർട്ടറുകളിലും വലിയ വളർച്ച പ്രതീക്ഷിക്കാനാവില്ല എന്നൊരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സ്റ്റോക്ക് ഏകദേശം 15% ഇടിയാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ നിഫ്റ്റി ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ വലിയ 300 പോയിന്റിൻ്റെ ക്രാഷോടുകൂടി ഓപ്ഷൻ ചെയിനിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഇപ്പം ബിയേഴ്സ് മെല്ലെ മാർക്കറ്റിൽ ആധിപത്യം നേടിയതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ നിലവിലെ ഏറ്റവും കൂടുതൽ കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് രൂപപ്പെട്ടിരിക്കുന്നത് 23,800 24,000 സ്ട്രൈക്കിലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മാർക്കറ്റിൽ അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് വീണ്ടും നിൽക്കാൻ പോകുന്നത് 23,800 ആയിരിക്കും. ഇപ്പോൾ പുട്ട് സൈഡിൽ ഇപ്പോൾ ആ ഒരു സ്ട്രോങ് ആയി ഒരു ബേസ് ആയിട്ട് നിൽക്കുന്നത് 23,500 എന്നുള്ള ആ ഒരു ലെവലാണ്. ഇവിടെയാണ് ഏറ്റവും അധികം പുട്ട് സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിന് തൊട്ടതായി 23,300 നല്ല സപ്പോർട്ട് ബിൽഡിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ പുട്ട് കോൾ റേഷ്യോ സൂചിപ്പിക്കുന്നത് ഒരു ഓവർസോൾഡ് സോണിലേക്ക് പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ബൗൺസ് ബാക്ക് 23,500 നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അവിടെ ഒരു ഷോർട്ട് കവറിംഗ് ബൗൺസ് അടുത്ത ട്രേഡിംഗ് ഡേയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. അപ്പോൾ ഏതായാലും ഈ ഒരു ട്രെൻഡ് മാറ്റം നിഫ്റ്റി വീണ്ടും ആ 23,800 മുകളിൽ പോയിട്ട് ഇനി സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ മാർക്കറ്റിൽ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. അതുപോലെ 23,500 ഒരു സ്ട്രോങ് ബേസ് ആയിട്ടും നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അഥവാ ആ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 23,300 ലെവൽ വരെ മാർക്കറ്റ് താഴോട്ടേക്ക് പോയേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.